ഓം ശാന്തി 17-12-2023 അവ്യക്ത ബാബ്ദാദ റിവൈസ് കോഴ്സ് 6-3-1997. മുരളിയുടെ ടൈറ്റിലാണ് ശിവജയന്തിയുടെ സമാനം പരിശ്രമത്തെ വിട്ട് സ്നേഹത്തിന്റെ ഊഞ്ഞാലിലാടൂ. ഇന്ന് സ്വയം ശിവപിതാവ് തന്റെ നാനാഭാഗത്തു നിന്നും വന്ന കുട്ടികളുമായി തന്റെ ജയന്തി ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണ്. എത്രയാണ് കുട്ടികളുടെ ഭാഗ്യം! സ്വയം ബാബ കാണുവാനും ആഘോഷിക്കുവാനും വന്നിരിക്കുന്നു. ലോകർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, വരൂ, എപ്പോൾ വരും, ഏതു രൂപത്തിൽ വരും. ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. താങ്കൾ കുട്ടികളുമായി സ്വയം ബാബ ആഘോഷിക്കാനായി വന്നിരിക്കുന്നു. ഇങ്ങനെ ഒരു വിചിത്ര ദൃശ്യം ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ ഇന്ന് സാകാര രൂപത്തിൽ ആചരിക്കുവാനായി ഓടിയോടി എത്തിച്ചേർന്നിരിക്കുന്നു. ബാബയും നാനാഭാഗത്തെയും കുട്ടികളെ കണ്ട് ഹർഷിതമാകുന്നു. ആഹാ, സാലിഗ്രാമങ്ങളായ കുട്ടികളെ, ആഹാ ആഹാ, സാകാര സ്വരൂപധാരി സ്വർഗസ്ഥാപകനായ ഫരിഷ്തയിൽ നിന്ന് ദേവതയാകുന്ന കുട്ടികളെ, ആഹാ. ഭക്ത കുട്ടികളും താങ്കൾ ജ്ഞാനി കുട്ടികളും തമ്മിൽ എത്ര വ്യത്യാസമാണ്! ഭക്തർ ഭാവനയുടെ അല്പകാല ഫലം കഴിച്ച് സന്തോഷിക്കുന്നു. ആഹാ ആഹാ എന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. താങ്കൾ ജ്ഞാനീത്തു കുട്ടികൾ അല്പകാല ഫലം കഴിക്കുന്നില്ല. ബാബയിൽ നിന്ന് പൂർണ്ണ സമ്പത്തെടുത്ത് സമ്പത്തിന് അധികാരിയാകുന്നു. അപ്പോൾ ഭക്താത്മാക്കളും ജ്ഞാനി ആത്മാക്കളും തമ്മിൽ എത്ര വ്യത്യാസമാണ്! ആഘോഷിക്കുന്നുണ്ട് ഭക്തരും. ആഘോഷിക്കാൻ താങ്കളും വന്നിരിക്കുന്നു. എന്നാൽ ആഘോഷിക്കുന്നതിൽ എത്ര വ്യത്യാസമാണ്! ശിവജയന്തി ആചരിക്കുവാൻ വന്നിരിക്കുകയല്ലേ? ഓടിയോടി വന്നിരിക്കുന്നു. ചിലർ അമേരിക്കയിൽ നിന്ന്, ചിലർ ലണ്ടനിൽ നിന്ന്, ചിലർ ഓസ്ട്രേലിയയിൽ നിന്ന്, ചിലർ ഏഷ്യയിൽ നിന്ന്. എത്ര സ്നേഹത്തോടെ ഓടിയെത്തിയിരിക്കുന്നു. അപ്പോൾ ബാബ്ദാദ ബാബയുടെ ജയന്തി ഒപ്പം തന്നെ കുട്ടികളുടെയും ജയന്തിയാണ്. അപ്പോൾ ബാബയോടൊപ്പം കുട്ടികളുടെയും ജയന്തിയുടെ ആശംസകൾ, ആശംസകൾ, ആശംസകൾ. എന്തെന്നാൽ ഒറ്റയ്ക്ക് ബാബയ്ക്ക് ഈ സാകാര ലോകത്ത് കുട്ടികളില്ലാതെ ഒരു കാര്യവും ചെയ്യാനാവുകയില്ല. ഇത്രയും കുട്ടികളോട് സ്നേഹമാണ്. ഒറ്റയ്ക്ക് ചെയ്യാനേ കഴിയില്ല. ആദ്യം കുട്ടികളെ നിമിത്തമാക്കുന്നു, പിന്നീട് പിന്തുണയായി അല്ലെങ്കിൽ കമ്പൈൻഡായി ചെയ്യിപ്പിക്കുന്നവനായി നിമിത്ത കുട്ടികളെ കൊണ്ട് കാര്യം ചെയ്യിക്കുന്നു. സാകാര ലോകത്ത് ഒറ്റയ്ക്ക് കുട്ടികളില്ലാതെ ഇഷ്ടപ്പെടുന്നില്ല. നിരാകാരി ലോകത്താണെങ്കിൽ താങ്കൾ കുട്ടികൾ ബാബയെ ഒറ്റയ്ക്ക് വിട്ടു പോന്നിരിക്കുന്നു. ബാബയുടെ ആജ്ഞയിൽ തന്നെയാണ് പോകുന്നത്. എന്നാൽ സാകാര ലോകത്തിൽ ബാബയ്ക്ക് കുട്ടികളെ കൂടാതെ കഴിയാനാവില്ല. കുട്ടികൾ തീർച്ചയായും കൂടെ വേണം. കുട്ടികളുടെയും പ്രതിജ്ഞയാണ്, കൂടെ കഴിയും, കൂടെ പോകും, കേവലം നിരാകാരി ലോകം വരേക്കും. ബാബ്ദാദ കാണുകയായിരുന്നു, എല്ലാ കുട്ടികൾക്കും ബാബയുടെ ജയന്തി ആഘോഷിക്കാൻ എത്ര ഉണർവുത്സാഹമാണ്. അപ്പോൾ ബാബയും നോക്കൂ, കുട്ടികളോടുള്ള സ്നേഹത്തിൽ താങ്കളുടെ കൂടെ സാകാര ശരീരത്തെ ലോണെടുത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിനെയാണ് പറയുന്നത് അലൗകിക സ്നേഹം. കുട്ടികൾക്ക് ബാബയെ കൂടാതെ കഴിയാനാവില്ല. ബാബയ്ക്ക് കുട്ടികളെ കൂടാതെ കഴിയാനാവില്ല. സ്നേഹവും അതിയാണ്, വേറിട്ടിരിക്കുന്നതും അതിയാണ്. അതിനാൽ ബാബയുടെ മഹിമ തന്നെയുണ്ട് വേറിട്ട സ്നേഹി. കുട്ടികൾ ബാബയ്ക്കായി പലതരത്തിലുള്ള സമ്മാനം, കാർഡ്, സാധനങ്ങൾ, ഹൃദയത്തിന്റെ ഉത്സാഹപത്രം കൊണ്ടുവന്നത് എന്ത് തന്നെയായാലും ബാബയുടെ അടുക്കൽ ഇന്നത്തെ ദിവസം വതനത്തിൽ എല്ലാ സമ്മാനത്തിന്റെയും മ്യൂസിയം ആയിരിക്കുകയാണ്. താങ്കളുടെ മ്യൂസിയമാണ് സേവനത്തിന്റേത്.
ബാബയുടെ മ്യൂസിയമാണ് സ്നേഹത്തിന്റേത്. എല്ലാവരും കൊണ്ടുവന്നതായാലും അയച്ചതായാലും ഏവരുടെയും സ്നേഹസമ്പന്ന സമ്മാനങ്ങൾ ബാബയുടെ അടുക്കൽ ഇപ്പോഴും മ്യൂസിയമായിരിക്കുകയാണ്. അവ കണ്ട് കണ്ട് ബാബ ഹർഷിതമാകുകയാണ്. സാധനം വലുതല്ല, എന്നാൽ എല്ലാ സാധനത്തിലും സ്നേഹം നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ചെറിയ സാധനവും വലിയ മഹത്തായതാകുന്നു. ബാബ്ദാദ സാധനത്തെ കാണുന്നില്ല, കടലാസിനെയോ കാർഡിനെയോ കത്തിനെയോ കാണുന്നില്ല, എന്നാൽ അതിലടങ്ങിയിരിക്കുന്ന ഹൃദയത്തിന്റെ സ്നേഹത്തെ കാണുന്നു. അതുകൊണ്ട് പറയുന്നു, ബാബയുടെ അടുക്കൽ സ്നേഹത്തിന്റെ മ്യൂസിയമാണ്. ഇങ്ങനെയുള്ള മ്യൂസിയം താങ്കളുടെ ലോകത്തില്ല. ഉണ്ടോ മ്യൂസിയം? ഇല്ല. ബാബ ഓരോ സ്നേഹത്തിന്റെ സമ്മാനവും കാണുമ്പോൾ കുട്ടികളുടെ രൂപവും അതിൽ കാണുന്നു. ഇങ്ങനെയുള്ള ക്യാമറയുണ്ടോ താങ്കളുടെ കയ്യിൽ? ഇല്ല. സമ്മാനം കണ്ടുകൊണ്ടിരിക്കെ ബാബ്ദാദയ്ക്ക് ഒരു ശുഭസങ്കല്പം വന്നു. പറയട്ടെ, ചെയ്യേണ്ടി വരും. ചെയ്യുമോ? തയ്യാറാണോ? ആലോചിക്കരുത്. ബാബ്ദാദയ്ക്ക് സങ്കല്പം വന്നു, ഈ സമ്മാനം ബാബയുടെ അടുക്കൽ എത്തിച്ചേർന്നു. എന്നാൽ ഒപ്പം ബാബ്ദാദയ്ക്ക് മറ്റൊരു സമ്മാനവും വേണം. താങ്കളുടെ എല്ലാം സമ്മാനം വളരെ നല്ലതാണ്, എന്നാൽ ബാബ്ദാദയ്ക്ക് മറ്റൊന്നുകൂടി വേണം. ആ സമ്മാനം തരുമോ? ഏതുപോലെ ഈ ഓർമ്മചിഹ്നം ആചരിക്കുന്നുണ്ട്. ശിവജയന്തി എന്നാൽ എന്തെങ്കിലും അർപ്പിക്കുക, ബലിയാക്കുക എന്നത്. അപ്പോൾ ബാബ്ദാദ ചിന്തിച്ചു, എല്ലാ കുട്ടികളും ബലിയായോ അതോ അല്പസ്വല്പം തന്റെ അടുക്കൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? ഇന്നത്തെ ദിവസം വ്രതവും എടുക്കുന്നു. അപ്പോൾ ബാബ്ദാദയ്ക്ക് സങ്കല്പം വന്നു, കുട്ടികൾ ഇടയ്ക്കിടെ പോകെ കുറേശ്ശെ ക്ഷീണിക്കുന്നു, വളരെ പരിശ്രമം അനുഭവിക്കുന്നു. അല്ലെങ്കിൽ നിരന്തര യോഗിയാകുക ബുദ്ധിമുട്ടായി തോന്നുന്നു. ചിന്തിക്കുന്നു, ആയിക്കോളും. ബാബയെ ആശ്വസിപ്പിക്കുന്നു, വിഷമിക്കേണ്ട, ശരിയാകും. എന്നാൽ ബാബ്ദാദയ്ക്ക് കുട്ടികളുടെ ക്ഷീണവും ഏകാന്തതയും, ഇടയ്ക്കിടെ ചിലർ കുറച്ചു നിരാശരുമാകുന്നു. അറിയില്ല എനിക്ക് ഭാഗ്യമുണ്ടോ ഇല്ലയോ എന്ന്. ഇടയ്ക്കിടെ ഇങ്ങനെ ചിന്തിക്കുന്നു. അത് ബാബയ്ക്ക് നല്ലതായി തോന്നുന്നില്ല. ബാബയ്ക്ക് കുട്ടികളുടെ പരിശ്രമം ഒട്ടും നല്ലതായി തോന്നുന്നില്ല. അധികാരി എന്നിട്ട് പരിശ്രമിക്കുന്നു. ബാബയുടെയും കുട്ടിയാണ്, അധികാരിയാണ്. ഭഗവാന്റെയും അധികാരി, എന്നിട്ടും പരിശ്രമിക്കുന്നു. അത് നന്നായിരിക്കുമോ? കേൾക്കുന്നതേ നല്ലതല്ല. അപ്പോൾ ബാബയ്ക്ക് സങ്കല്പം വന്നു, കുട്ടികൾ ജന്മദിന സമ്മാനം തീർച്ചയായും നൽകുമെങ്കിൽ എന്തുകൊണ്ട് ഇന്നത്തെ ദിവസം എല്ലാ കുട്ടികൾക്കും ഇത് സമ്മാനമായി തന്നുകൂടാ? ആ സ്ഥൂല സമ്മാനം വതനത്തിൽ എമർജായി. എന്നാൽ നിരാകാരി ലോകത്തിൽ ഈ സമ്മാനം എമർജാകുകയില്ല. അവിടെ സങ്കല്പത്തിന്റെ ഗിഫ്റ്റാണ് എത്തിച്ചേരുക. അപ്പോൾ ബാബയ്ക്ക് സങ്കല്പം വന്നു, ഇന്നത്തെ ദിവസം എല്ലാ കുട്ടികളിൽ നിന്നും സമ്മാനം വാങ്ങണം. അപ്പോൾ സമ്മാനം നൽകുമോ അതോ നൽകിയിട്ട് പിന്നെ അവിടെ പോയി തിരിച്ചു വാങ്ങുമോ? പറയും, മധുബന്റേത് മധുബനിൽ കഴിഞ്ഞു, സ്വന്തം സ്ഥലത്ത് സ്വന്തം സ്ഥലമാണ്. ഇങ്ങനെ ചെയ്യില്ലല്ലോ. കുട്ടികൾ വളരെ സമർത്ഥരായിരിക്കുന്നു. ബാബയോട് പറയുന്നു, ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല തിരിച്ചു വരാൻ, പക്ഷെ തിരിച്ചു വരുന്നു. വരുമ്പോൾ താങ്കൾ സ്വീകരിക്കുന്നത് എന്തിനാണ്? വരുന്നു, ഇത് ശരിയാണ്. എന്നാൽ എന്തെങ്കിലും സാധനം താങ്കൾക്ക് ഇഷ്ടമില്ല എങ്കിൽ ആരെങ്കിലും നിർബന്ധിച്ചു തന്നാലും താങ്കൾ എടുക്കുമോ അതോ മടക്കി കൊടുക്കുമോ? മടക്കി കൊടുക്കില്ലേ? അപ്പോൾ സ്വീകരിക്കുന്നത് എന്തിന്? മായ തിരികെ കൊണ്ടുവരും, എന്നാൽ താങ്കൾ സ്വീകരിക്കാതിരിക്കൂ. ഇതിനുള്ള ധൈര്യമുണ്ടോ? ചിന്തിച്ചു പറയൂ.
പിന്നെ അവിടെ പോയി പറയരുത് ബാബ എന്ത് ചെയ്യും, ആഗ്രഹിച്ചില്ല പക്ഷെ സംഭവിച്ചു പോയി. ഇങ്ങനെ കത്തെഴുതില്ലല്ലോ. താങ്കളുടെ ധൈര്യവും ബാബയുടെ സഹായവും. ധൈര്യം കുറയ്ക്കരുത്. പിന്നെ നോക്കൂ ബാബയുടെ സഹായം ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. എല്ലാവർക്കും അനുഭവമുണ്ട്. ധൈര്യം വയ്ക്കുന്നതിലൂടെ ബാബയുടെ സഹായം സമയത്ത് ലഭിക്കുന്നു. ലഭിക്കുക തന്നെ വേണം, ഗ്യാരണ്ടിയാണ്. ധൈര്യം താങ്കളുടെ, സഹായം ബാബയുടെ. അപ്പോൾ സങ്കല്പം എന്തായി? മുഖം നോക്കുകയാണ്. ധൈര്യമുണ്ടോ ഇല്ലയോ? ധൈര്യശാലികളാണ്. എന്തുകൊണ്ടെന്നാൽ ധൈര്യമില്ല എന്നുണ്ടെങ്കിൽ ബാബയുടേതാകില്ലായിരുന്നു. ആയിക്കഴിഞ്ഞു. ഇതിലൂടെ തെളിയുന്നു ധൈര്യമുണ്ട്. ഒരു ചെറിയ കാര്യം ചെയ്യുന്നു, സമയത്ത് ധൈര്യത്തെ അല്പം മറക്കുന്നു. അതിനുശേഷം എന്തെങ്കിലും സംഭവിച്ചാലോ പിന്നെ ധൈര്യവും സഹായവും ഓർമ്മ വരുന്നു. സമയത്ത് എല്ലാ ശക്തികളും സമയമനുസരിച്ച് ഉപയോഗിക്കുക. ഇതിനെ പറയുന്നു ജ്ഞാനി തു ആത്മാവ്, യോഗി തു ആത്മാവ് എന്ന്. ബാബ്ദാദയ്ക്ക് ഒരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. അറിയാമോ ഏത് കാര്യമാണെന്ന്? പറയൂ. ധാരാളം പേർ കേൾപ്പിച്ചു. എല്ലാവരും ശരിയാണ് പറയുന്നത്. പക്ഷെ ബാബയുടെ സങ്കല്പം വേറെയാണ്. താങ്കൾ വളരെ ഗഹനമായത് കേൾപ്പിക്കുകയാണ്. നോളജ്ഫുൾ ആയല്ലോ. ബാബ്ദാദ സന്തോഷിക്കുകയായിരുന്നു. പല കുട്ടികളും കത്തും കുറിപ്പുകളും എഴുതിയിട്ടുണ്ട്. ഞാൻ 108 വരും. ധാരാളം കുറിപ്പുകൾ വന്നിട്ടുണ്ട്. ബാബ്ദാദ വിചാരിച്ചു ഇത്രയും പേർ 108 വരുമെങ്കിൽ അപ്പോൾ 108 മാല 5 ചരടുള്ളത് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ 5, 6, 7, 8 ചരടുള്ള മാല ഉണ്ടാക്കാമല്ലേ? ആര് സങ്കൽപ്പിച്ചുവോ ലക്ഷ്യം വെച്ചുവോ വളരെ നല്ലത്. എന്നാൽ കേവലം ഈ സങ്കല്പത്തെ ഇടയ്ക്കിടെ ദൃഢമാക്കിക്കൊണ്ടിരിക്കൂ. മന്ദമാക്കരുത്. ഇങ്ങനെ പറയരുത് മായ വന്നു, ഇനി അറിയില്ല എപ്പോൾ വരുമെന്ന്. അറിയില്ല എന്നാകരുത്. അറിയിച്ചു വരിക തന്നെ വേണം. ദൃഢതയുടെ അടപ്പിട്ട് മൂർക്കണം. അതെ, എനിക്ക് വരിക തന്നെ വേണം. എന്ത് സംഭവിച്ചാലും എന്റെ നിശ്ചയം ഇളകാത്തതാണ്, അഖണ്ഡമാണ്. ഇങ്ങനെ അചല അഖണ്ഡ നിശ്ചയമാണോ? അപ്പോൾ മായയെ വിടട്ടെ ഇളക്കാൻ. വേണ്ടേ? ഭയമുണ്ടോ? മായ താങ്കളെ ഭയക്കുന്നു. താങ്കളും മായയെ ഭയക്കുന്നുവോ? മായ തനിക്ക് വാതിൽ നോക്കുകയാണ്. ഇവിടെ തുറന്നിട്ടുണ്ടോ അവിടെ തുറന്നിട്ടുണ്ടോ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ പരിഭ്രമിക്കുന്നത് എന്തിനാണ്? മായ ഒന്നും തന്നെയല്ല. ഒന്നുമല്ല എന്ന് പറയൂ, എങ്കിൽ ഒന്നുമല്ലാതാകും. വരാൻ കഴിയില്ല എങ്കിൽ വരാൻ കഴിയുക തന്നെ ഇല്ല. എന്തു ചെയ്യാൻ സാധിക്കും എന്ന് പറയുമ്പോൾ മായയുടെ വാതിൽ തുറന്നു ആഹ്വാനം ചെയ്തു. അപ്പോൾ നല്ല കാര്യമാണ്. ധാരാളം കുട്ടികൾ 108 വരാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ചെയ്തില്ലേ? ആരാണോ പറഞ്ഞത് ഞാൻ 108 വരും, അവർ കൈ ഉയർത്തു. നല്ല രീതിയിൽ ഡ്രിൽ ചെയ്യൂ. വളരെ നല്ലത്. ആശംസകൾ. ഇങ്ങനെ വിചാരിക്കരുത് 108 എത്ര പേർ വരും, ഞാൻ എവിടെ വരാനാണ്. ഇങ്ങനെ ചിന്തിക്കരുത്. ആദ്യം എണ്ണാൻ തുടങ്ങുന്നു. ദാദി വരും, ദീദി വരും, പിന്നെ ദാദമാർ വരും, അഡ്വാൻസ് പാർട്ടിക്കാരും വരും. എന്റെ നമ്പർ വരുമോ ഇല്ലയോ അറിയില്ല. ബാബ്ദാദ പറഞ്ഞു 8-10 ചരടുള്ള മാലയുണ്ടാക്കും. അതിനാൽ താങ്കൾ വിഷമിക്കാതിരിക്കൂ. മറ്റുള്ളവരെ നോക്കരുത്. താങ്കൾക്ക് നമ്പർ ലഭിക്കുക തന്നെ വേണം. ഇത് ബാബയുടെ ഗ്യാരണ്ടിയാണ്. താങ്കൾ ഒഴിഞ്ഞു മാറരുത്. മാലയുടെ ഇടയിൽ ചരട് ഒഴിച്ചിടരുത്. ഒരു മുത്ത് ഇടയിൽ പൊട്ടിപ്പോയാൽ ഊരിപ്പോയാൽ മാല നന്നായി തോന്നുകയില്ല. ഇത് മാത്രം ചെയ്യരുത്. ബാക്കി ബാബയുടെ ഗ്യാരണ്ടിയാണ്. താങ്കൾ തീർച്ചയായും വരും.
താങ്കൾ ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ്, മുരളി നടത്താൻ വേണ്ടിയല്ല വന്നിരിക്കുന്നത്. അപ്പോൾ മറ്റാരുണ്ടെങ്കിലും അവർ മാലയിലേക്ക് വരൂ. 108ന്റെ മാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഭക്തി മാർഗത്തിലുള്ളവർ 108ന്റെ മാല ഉണ്ടാക്കി. ബാബ്ദാദയ്ക്ക് എത്ര വേണമെങ്കിലും വലുതാക്കാം. ഇതിൽ സമ്മാനം ബാബ തീർച്ചയായും വാങ്ങും എന്ന് മാത്രം. സമ്മാനം വിടില്ല. ചെറിയൊരു സമ്മാനമാണ്, വലുതൊന്നുമല്ല. എന്തെന്നാൽ ബാബ എല്ലാ കുട്ടികളുടെയും 6 മാസത്തെ ചാർട്ട് കണ്ടു. അപ്പോൾ എന്ത് കണ്ടു? അഥവാ ഏതെങ്കിലും കുട്ടി അല്പമെങ്കിലും മേല് കീഴായാൽ, അചല സ്ഥിതിയിൽ നിന്ന് ഇളക്കത്തിലേക്ക് വന്നുവെങ്കിൽ അതിന്റെ കാരണം വെറും 3 കാര്യങ്ങളാണ്. മുഖ്യമായും അതേ 3 കാര്യങ്ങളാണ് ഭിന്ന ഭിന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പരിതസ്ഥിതികൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ആ 3 കാര്യങ്ങൾ എന്താണ്? അശുഭം അല്ലെങ്കിൽ വ്യർത്ഥം ചിന്തിക്കുക, അശുഭം അല്ലെങ്കിൽ വ്യർത്ഥം പറയുക, അശുഭം അല്ലെങ്കിൽ വ്യർത്ഥം ചെയ്യുക. ചിന്തിക്കുക, പറയുക, ചെയ്യുക. ഇതിൽ ധാരാളം സമയം പാഴാകുന്നു. ഇപ്പോൾ വികർമ്മം കുറവാണ്, വ്യർത്ഥം അധികമാണ്. വ്യർത്ഥത്തിന്റെ കൊടുങ്കാറ്റ് ഇളക്കുന്നു. ആദ്യം ചിന്തയിലേക്ക് വരുന്നു, പിന്നെ വാക്കിലേക്ക് വരുന്നു, പിന്നെ കർമ്മത്തിൽ വരുന്നു. റിസൾട്ടിൽ കണ്ടു, ചിലരുടെ ആണെങ്കിൽ വാക്കിലോ കർമ്മത്തിലോ വരുന്നില്ല, പക്ഷെ ചിന്തിക്കുന്നതിൽ വളരെ വരുന്നു. ഏതാണോ ഉണ്ടാക്കേണ്ട സമയം അത് ചിന്തിക്കുന്നതിൽ കഴിഞ്ഞു പോകുന്നു. അപ്പോൾ ബാബ്ദാദ ഇന്ന് ഈ 3 കാര്യങ്ങൾ ചിന്തിക്കുക, പറയുക, ചെയ്യുക, ഇവയുടെ സമ്മാനം എല്ലാവരിൽ നിന്നും വാങ്ങാൻ ആഗ്രഹിക്കുന്നു. തയ്യാറാണോ? ആര് നൽകി? അവർ കൈ ഉയർത്തു. കൈയുടെ വീഡിയോ നന്നായി ഓരോ വശത്തു നിന്നും എടുക്കൂ. വലുതായി കൈ ഉയർത്തു. ഡ്രിൽ ചെയ്യുന്നില്ലേ? അതാണ് ഇങ്ങനെ കൈ ഉയർത്തുന്നത്. ശരി, എല്ലാവരും നൽകി. തിരിച്ചെടുക്കരുത്. ഇത് പറയരുത്, വായിൽ നിന്ന് വന്നുപോയി. വായിക്ക് ദൃഢസങ്കല്പത്തിന്റെ ബട്ടൺ വയ്ക്കൂ. ദൃഢസങ്കല്പത്തിന്റെ ബട്ടണില്ലേ? എന്തെന്നാൽ ബാബ്ദാദയ്ക്ക് കുട്ടികളോട് സ്നേഹമാണ്. അപ്പോൾ സ്നേഹത്തിന്റെ അടയാളമാണ് സ്നേഹിക്കുന്നവർ പരിശ്രമിക്കുന്നത് കാണാൻ കഴിയില്ല. ബാബ്ദാദ ആ സമയത്ത് ഇതാണ് ചിന്തിക്കുന്നത്. ബാബ്ദാദ സാകാരത്തിൽ പോയി ഇവരോടെന്തെങ്കിലും പറയാം. എന്നാൽ അപ്പോൾ ആകാരി നിരാകാരിയാണ്. എല്ലാവരും തീർത്തും പരിശ്രമത്തിൽ നിന്ന് ദൂരെ സ്നേഹത്തിന്റെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കൂ. സ്നേഹത്തിന്റെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ പരിശ്രമം സമാപ്തമാകും. പരിശ്രമം അവസാനിപ്പിക്കാം എന്ന് ചിന്തിക്കരുത്. കേവലം സ്നേഹത്തിന്റെ ഊഞ്ഞാലിലിരിക്കൂ. പരിശ്രമം തനിയെ വിട്ടുപോകും. വിടാൻ ശ്രമിക്കേണ്ട, ഇരിക്കാൻ, ഊഞ്ഞാലിലാടാൻ ശ്രമിക്കൂ. ശിവജയന്തി എന്നാൽ കുട്ടികളുടെ പരിശ്രമ സമാപ്തിയുടെ ജയന്തി. ശരിയല്ലേ? ബാബയ്ക്കും കുട്ടികളുടെ മേൽ വിശ്വാസമാണ്. എങ്ങനെ ഓരോരുത്തർ വിട്ടുപോകുന്നു എന്നത് അറിയില്ല. ബാബയ്ക്ക് പോലും അറിയില്ല. ഛത്രഛായയ്ക്കുള്ളിലിരിക്കൂ. ബ്രാഹ്മണ ജീവിതത്തിന്റെ അർത്ഥം തന്നെ ഊഞ്ഞാലിലാടുക എന്നതാണ്, മായയിലല്ല. മായയും ഊഞ്ഞാലാട്ടും. അമൃതവേളയിൽ നോക്കൂ, മായ ഇങ്ങനെ ആട്ടുന്നു. സൂക്ഷ്മവതനത്തിന് പകരം നിരാകാരി ലോകത്തിന് വരുന്നതിന് പകരം നിദ്രാ ലോകത്തേക്ക് പോകുന്നു. പറയുന്നു, യോഗം ഡബിൾ ലൈറ്റ് ആക്കുന്നു. എന്നാൽ തല ഭാരിച്ചു പോകുന്നു. അപ്പോൾ മായയും ഊഞ്ഞാലാട്ടുന്നു. എന്നാൽ മായയുടെ ഊഞ്ഞാലിൽ ആടരുത്. പകുതി കൽപ്പം മായയുടെ ഊഞ്ഞാലിൽ നിറയെ ആടി നോക്കിയതല്ലേ? എന്ത് സംഭവിച്ചു? എന്തെങ്കിലും ലഭിച്ചോ? ക്ഷീണിച്ചില്ലേ? ഇനി അതീന്ദ്രിയ സുഖത്തിന്റെ ഊഞ്ഞാലിലാടൂ, സന്തോഷത്തിന്റെ ഊഞ്ഞാലിലാടൂ, ശക്തികളുടെ അനുഭൂതികളുടെ ഊഞ്ഞാലിലാടൂ.
ഇത്രയും ഊഞ്ഞാൽ താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടുത്തെ രാജകുമാരി രാജകുമാരന്മാർക്ക് പോലും ഉണ്ടാകില്ല. ഏത് ഊഞ്ഞാലിൽ വേണമെങ്കിലും ആടിക്കോളൂ. സ്നേഹത്തിന്റെ ഊഞ്ഞാലിലാടൂ. ഉടൻ തന്നെ ആനന്ദത്തിന്റെ ഊഞ്ഞാലിലാടൂ. പിന്നെ ജ്ഞാനത്തിന്റെ ഊഞ്ഞാലിലാടൂ. എത്ര ഊഞ്ഞാലാണ്! എണ്ണമറ്റത്രയുമുണ്ട്. ഇനി ഊഞ്ഞാലിൽ നിന്ന് ഇറങ്ങരുത്. ഓമനകളെപ്പറ്റി അച്ഛനമ്മമാർ ആഗ്രഹിക്കുന്നതിതാണ്, കുട്ടികളുടെ പാദം മണ്ണിൽ പതിയരുത്. ഒന്നെങ്കിൽ മടിയിലാകണം, അല്ലെങ്കിൽ ഊഞ്ഞാലിലാകണം, അതുമല്ലെങ്കിൽ പരവതാനിയിലാകണം. പാദം മണ്ണിൽ പോകരുത്. ഇങ്ങനെയല്ലേ? അപ്പോൾ നിങ്ങൾ എത്ര ഓമനകളാണ്! നിങ്ങളെപ്പോലെ ഓമനകൾ, പരമാത്മാ ഓമനക്കുട്ടികൾ അഥവാ ദേഹബോധത്തിൽ പോവുകയാണെങ്കിൽ ദേഹം എന്താണ്? മണ്ണല്ലേ? ദേഹത്തെ എന്താണ് പറയുന്നത്? മണ്ണ് മണ്ണോട് ചേരും. അപ്പോൾ ഇത് മണ്ണല്ലേ? മണ്ണിൽ എന്തിനാണ് കാല് വെക്കുന്നത്? മണ്ണ് നല്ലതായി തോന്നുന്നുണ്ടോ? പല കുട്ടികൾക്കും മണ്ണ് നല്ലതായി തോന്നുന്നു. പലരും മണ്ണ് തിന്നാറുമുണ്ട്. എന്നാൽ താങ്കൾ കഴിക്കരുത്. കാലുപോലും വെക്കരുത്. സങ്കല്പം വരിക അർത്ഥം പാദം വയ്ക്കുക. സങ്കല്പത്തിൽ പോലും ദേഹബോധം വരരുത്. ചിന്തിക്കൂ, ഓർമ്മിക്കൂ, നാം എത്ര ഓമനകളാണ്! ആരുടെ ഓമനയാണ്? സത്യയുഗത്തിൽ പോലും പരമാത്മാ ഓമനകളാകുകയില്ല. ദിവ്യ ആത്മാക്കളുടെ ഓമനകളാകും. എന്നാൽ ഈ സമയത്ത് പരമാത്മാ പിതാവിന്റെ ഓമനകളാണ്. അപ്പോൾ കുട്ടികൾ ധൈര്യത്തിന്റെ കരങ്ങളാൽ സമ്മാനം നൽകി. അതിനാൽ ബാപ്ദാദ അതിന് നന്ദി പറയുന്നു. നന്ദി, നന്ദി. ശരി, നാനാഭാഗത്തെയും അതിഭാഗ്യശാലികളായ കുട്ടികൾ ആരാണോ ശിവബാബയുമായി ശിവജയന്തി ആഘോഷിക്കുന്നത്, ഇങ്ങനെ കോടിമടങ്ങ് എന്നല്ല, എത്ര തന്നെ കൂടുതൽ കൂടുതൽ പറഞ്ഞാലും അത് കുറവാകും. ഇങ്ങനെ മഹാഭാഗ്യശാലി ആത്മാക്കൾ സദാ യജമാനത്വത്തിന്റെ ഇളകാത്ത ആസനവാസിയിൽ നിന്ന് ഭാവി സിംഹാസനവാസിയാകുന്ന ശ്രേഷ്ഠ ആത്മാക്കൾക്ക് സദാ ബാബയുടെ ഒപ്പമൊപ്പം ആനന്ദത്തോടെ സ്നേഹത്തിന്റെ ഊഞ്ഞാലിലാടിക്കൊണ്ട് കൂടെ പോകുന്ന ഇങ്ങനെയുള്ള ബാപ്ദാദയുടെ കൂട്ടുകാരായ കുട്ടികൾക്ക് ബാപ്ദാദയുടെ ജന്മദിനാശംസകളും സ്നേഹസ്മരണകളും സ്വീകരിച്ചാലും. ബാബയുടെ എല്ലാ യജമാനന്മാർക്കും നമസ്തേ. വരദാനം: ബ്രാഹ്മണ ജീവിതത്തിൽ സദാ പരിശ്രമത്തിൽ നിന്ന് മുക്തമായി കഴിയുന്ന സർവപ്രാപ്തി സമ്പന്നരായി ഭവിക്കട്ടെ. ഈ ബ്രാഹ്മണ ജീവിതത്തിൽ ദാതാവ്, വിധാതാവ്, വരദാതാവ് 3 സംബന്ധങ്ങളിൽ നിന്ന് ഇത്രയും സമ്പന്നമാകുന്നു. പരിശ്രമമില്ലാതെ ആനന്ദത്തിൽ കഴിയാൻ സാധിക്കുന്നു. ബാബയെ ദാതാവിന്റെ രൂപത്തിൽ ഓർമ്മിക്കൂ, എങ്കിൽ ആത്മീയ അധികാരത്തിന്റെ ലഹരിയുണ്ടാകും. ശിക്ഷകന്റെ രൂപത്തിൽ ഓർമ്മിക്കൂ, എങ്കിൽ ഈശ്വരീയ വിദ്യാർത്ഥിയാണ്, ഈ ഭാഗ്യത്തിന്റെ ലഹരിയുണ്ടാകും. സദ്ഗുരു ഓരോ ചുവടിലും വരദാനങ്ങളാൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കർമ്മത്തിലും ശ്രേഷ്ഠമതം വരദാതാവിന്റെ വരദാനമാണ്. ഇങ്ങനെ സർവപ്രാപ്തികളാൽ സമ്പന്നമായിരിക്കൂ, എങ്കിൽ പരിശ്രമത്തിൽ നിന്ന് മുക്തമായി തീരും. സ്ലോഗൻ: ബുദ്ധിയുടെ ലാഘവത്വം അഥവാ സൂക്ഷ്മത തന്നെയാണ് ഏറ്റവും സുന്ദരമായ വ്യക്തിത്വം. സൂചന: ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം 3ാമത്തെ ഞായറാഴ്ചയാണ്. വൈകിട്ട് 6:30 മുതൽ 7:30 മണി വരെ എല്ലാ സഹോദരീ സഹോദരന്മാരും യോഗ അഭ്യാസത്തിൽ അനുഭവം ചെയ്യണം. ഞാൻ തപസ്വി ആത്മാവ് ബീജരൂപനായ ശിവബാബയ്ക്കൊപ്പം കൽപ്പവൃക്ഷത്തിന്റെ വേരിൽ ഇരിക്കുകയാണ്. ബീജരൂപ ബാബയിൽ നിന്ന് പ്രാപ്തമായ സർവശക്തികൾ എന്നിലൂടെ മുഴുവൻ കൽപ്പവൃക്ഷത്തിലേക്കും, അതായത് ഇലകളാകുന്ന ആത്മാക്കൾ വരെയും എത്തിച്ചേരുന്നു. ഇതിലൂടെ
ഓരോരുത്തരും ദിവ്യശക്തികളുടെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓം ശാന്തി.